Hi friends, welcome back. iPhone 14 ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ടോട്ടൽ ക്യാമറ യൂസേജ്, ഡേ ആൻഡ് നൈറ്റ് എല്ലായിടത്തുള്ള യൂസേജും എങ്ങനെയുണ്ട് ക്ലിയർ ആയിട്ട് പറയും. പ്ലസ് ഇത് നല്ലതാണോ, ഓക്കെ ആണോ, അതോ ഇതിനേക്കാൾ ബെറ്റർ നമുക്ക് iPhone 13 ആണോ, അതോ ഇതിന്റെ പ്ലസ് മോഡൽ എടുക്കണോ, ഏതായിരിക്കും നമുക്ക് നല്ല ഓപ്ഷൻ, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. iPhone 14 ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഫോണിന് 3 മോഡലാണുള്ളത്. 128 GB, 256 GB, 512 GB. നമ്മുടെ കയ്യിലിരിക്കുന്നത് 512 GB ആണ്. 80,000 രൂപയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1,10,000 നമ്മുടെ കയ്യിലിരിക്കുന്നതിൻ്റെ വില, 1,10,000 രൂപ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ. കളർ ബ്ലൂ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറുകൾ നോക്കാം. മിഡ് നൈറ്റ്, പർപ്പിൾ, സ്റ്റാർ ലൈറ്റ്, പ്രൊഡക്റ്റ് റെഡ്, അങ്ങനെ 4 കളർ കൂടി വേറെ വരുന്നുണ്ട്. സോ താല്പര്യത്തിനനുസരിച്ച് കളറും ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് തുടങ്ങാം. ഈ ഫോൺ എങ്ങനെയുണ്ട് കാണാനും കൈ പിടിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 എങ്ങനെ ഉണ്ടായിരുന്നോ അത് തന്നെയാണ് ഇത്. അല്ലാതെ ഒരു വ്യത്യാസവും എനിക്കിത് കയ്യിൽ പിടിക്കുമ്പോൾ നോർമലി തോന്നിയില്ല. സൂക്ഷിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ബസ്സസ് ഒക്കെ ലേശം കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ അതല്ലാതെ കണ്ട് വലിയ കാര്യമായ ഒരു മാറ്റവും ഇല്ല. നിങ്ങളിപ്പോൾ 13 ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഫാക്ട്. 13 അൺബോക്സിംഗ് ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. സോ അതിൽ നിന്ന് ഇതിലേക്ക് വന്നതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ഇതിൻ്റെ വെയിറ്റ് നോക്കിയാൽ 172 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. 7.8 mm ആണ് ഇതിൻ്റെ തിക്നെസ് ഒക്കെ. ഇതിൻ്റെ കൂടിയ മോഡലിന് 203 ഗ്രാം വെയിറ്റ് ഉണ്ട് കേട്ടോ, അതായത് പ്ലസ് മോഡലിന്. ഇതിലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞ 172 ഗ്രാമിൻ്റെ ലൈറ്റ് വെയിറ്റ് സെറ്റപ്പ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റും ആണ്, കംഫർട്ടബിളും ആണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എയറോസ്പേസ് ഗ്രേഡ് അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ ആണ്. IP68 സ്പ്ലാഷ് ആൻഡ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് വരുന്നത്. 30 മിനിറ്റ് വരെ 6 മീറ്റർ താഴ്ചയിൽ വരെ വെള്ളത്തിൽ കിടന്നാലും കുഴപ്പം പറ്റുമെന്നാണ് പറയുന്നത്. സോ ബിൽഡ് ക്വാളിറ്റി ഒക്കെ എക്സലന്റ് തന്നെ, ഒരു വിഷയവുമില്ല. ഡിസ്പ്ലേ സൈസ് 6.1 ഇഞ്ച് തന്നെ, അതിലും വ്യത്യാസമില്ല. ഇതിന് പ്ലസ് മോഡലുണ്ട്, അതിന് 6.7 ഇഞ്ച് ആയിരിക്കും. നമ്മുടെ 13 Pro Maxന്റെ പോലത്തെ ആ വലിയ സൈസാണ് പ്ലസ് മോഡൽ. പ്ലസ് മോഡലായിരിക്കും ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് തരിക. കാരണം അത് ഇത്തിരി വലുപ്പം കൂടുതലുണ്ടാവും. അത് ഞാൻ പറയാം, അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് അവസാന ഭാഗത്ത് പറയാം. എന്തായാലും ഇത് 6.1 ഇഞ്ചാണ്. സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ്. OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ഡീസന്റ് ക്വാളിറ്റിയാണ്. HDR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രൂ ടോൺ സപ്പോർട്ട് ചെയ്യുന്നു. 800 നിറ്റ്സിന്റെ മാക്സ് ബ്രൈറ്റ്നസ് ആണ്. 1200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. കാര്യമായ ഒരു ചേഞ്ചും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെയും നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. പിന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് ആകെ എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് പ്രൊമോഷൻ, അതായത് കൂടിയ ഒരു റീഫ്രഷ് റേറ്റ് ഇല്ല. ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോഴും ഈ ഫോണിൽ നമുക്ക് 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ കിട്ടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചൊരു വലിയ പോരായ്മയായിട്ടാണ് ഈ ഒരു ഫോണിൽ തോന്നിയിട്ടുള്ളത്. ഇതിലുള്ളത് A15 ബയോണിക് ചിപ്സെറ്റ് തന്നെയാണ്. അതായത് 13 പോലത്തെ തന്നെയാണ്. പെർഫോമൻസ് സെയിം ആയിരിക്കും. ബട്ട് എങ്കിലും അതിൽ 13 Proയിൽ ഉണ്ടായിരുന്ന ആ ഒരു GPU കോറൊക്കെ കൂടുതലുള്ള പ്രൊസസ്സറാണ്. അതായത് ഇത് കുറച്ചുകൂടി ഒരു സ്ലൈറ്റ് ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് 13 Proയും തമ്മിൽ ഭയങ്കരമായ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിരുന്നെങ്കിൽ ഇത് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതല്ലാത്ത പക്ഷം ഒരു വ്യത്യാസം ഫീൽ ചെയ്യില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കി, ഒരു വ്യത്യാസവും ഇല്ല. പക്ക സ്മൂത്ത്, സെയിം പെർഫോമൻസ് എന്ന് കരുതി ഇത് മോശമാണെന്ന് വിചാരിക്കരുത്. A16 ഇല്ല, 15 ആണ്, അതുകൊണ്ട് ഇത് മോശമാണെന്ന് വിചാരിക്കേണ്ട. പെർഫോമൻസ് അടിപൊളിയാണ്. ബട്ട് നിങ്ങൾ 13 നിന്നുമാണ് ഇതിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല എന്നുള്ളത് സത്യമാണ്. ക്യാമറയിൽ കാര്യമായ അപ്ഗ്രേഡ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെയാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിലും 12 മെഗാ പിക്സൽ. അതിൽ മെഗാ പിക്സലൊന്നും കാര്യമില്ല. ബട്ട് ഇതിലെ സിസ്റ്റം മൊത്തത്തിലെ ലെൻസും കാര്യങ്ങളും ഓവറോൾ പുതിയ സെറ്റപ്പാണ്. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് ഓട്ടോ ഫോക്കസ് ഒക്കെ ആയിട്ട് ഫ്രണ്ട് ക്യാമറ ടോട്ടലി ഡിഫറൻറ്റ് സെറ്റപ്പാണ്. ഭയങ്കരമായ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഫ്രാങ്ക്ലി എനിക്ക് അങ്ങനെ ഭയങ്കരമായൊരു വ്യത്യാസമൊന്നും തോന്നിയില്ല. നന്നായിട്ടുണ്ട്, ഒരു തരത്തിലും മോശം പറയാനില്ല. എക്സലൻ്റ് ആണ്. കണ്ടു നോക്കാം. വീഡിയോസ് കണ്ടോ, നല്ല ഡീസൻ്റായ വീഡിയോസ്. അത് എത്ര ഓവർ ലേറ്റുള്ള സാഹചര്യമായാലും വേണ്ടില്ല, ലേറ്റ് കുറവുള്ള സാഹചര്യമായാലും വേണ്ടില്ല, വീഡിയോസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയുണ്ട് വീഡിയോസ് സാമ്പിൾ കാണാൻ? പല സാഹചര്യങ്ങളിൽ ഞാൻ വീഡിയോസ് എടുത്ത് കാണിക്കുന്നുണ്ട് ഇവിടെ. നോർമൽ ഡേ ലൈറ്റ് ആണെങ്കിലും ഇല്ല, ഇപ്പോൾ ഇൻഡോർ, ഇപ്പോൾ ഞാനൊരു മാളിനകത്ത് നിൽക്കുമ്പോൾ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലേക്ക് വന്നാലും വളരെ മനോഹരമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നൈറ്റിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കിയാലും വളരെ മനോഹരമായ ഫോട്ടോസും വീഡിയോസും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ വീഡിയോസൊക്കെ ഏത് ലൈറ്റിംഗ് കണ്ടീഷനിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിച്ചാലും മെയിൻ ക്യാമറ അടിപൊളി പെർഫോമൻസ് ആണ്. സെൽഫി ക്യാമറയും അതുപോലെ തന്നെ മികച്ച പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. നല്ല വിശദമായ ഡീറ്റെയിൽഡ് ആയ ക്വാളിറ്റിയാണ്. സ്റ്റെബിലൈസേഷനൊക്കെ നല്ല ഒന്നാം തരമായിട്ട് വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോഴും ഇതേപോലുള്ളൊരു വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നു. സോ ക്യാമറ വീഡിയോ പർപ്പസിന് വേണ്ടി നിങ്ങൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാം തരമായിരിക്കുന്നു. പക്ഷേ ഒരു വലിയ വ്യത്യാസം 13 എന്ന ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഒരു വലിയ വ്യത്യാസം ഫീൽ ചെയ്തെന്ന് ചോദിച്ചാൽ ഇല്ല, അത്ര വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല. ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ കൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ഒന്നാം തരമായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാണുന്നില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും നല്ല ക്വാളിറ്റി, ഒരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്ക് തോന്നിയില്ല. സെൽഫി ക്യാമറ ഇമേജുകളിലേക്ക് വരുമ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ക്യാമറ അതിപ്പോൾ ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലായാലും നല്ല പെർഫോമൻസ്. iPhone 14 മികച്ച പെർഫോമൻസ് ആണ് തരുന്നത്. സോ ക്യാമറയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ഫോണിന് തീർച്ചയായിട്ടും നോക്കാം.
13 ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല. അതിന് മുമ്പുള്ള വെർഷനൊക്കെയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാം. ഒരു ഒത്തിരി നല്ല വ്യത്യസ്തമായ ഫീലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി ഒക്കെ രണ്ടിലും 4K 60 FPS വരെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും, ഒരു പ്രശ്നവുമില്ല. ആക്ഷൻ മോഡ് പോലുള്ള സംഗതികളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സിനിമാറ്റിക് മോഡ് 4K 30 FPS-ലേക്ക് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ ഇവരുടെ ഫോട്ടോണിക് എഞ്ചിനൊക്കെ ഉള്ളത് കൊണ്ട് കുറെ കൂടി നല്ല ക്വാളിറ്റി കിട്ടുന്നു എന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെ പോയാലും ടോട്ടലി റിസൾട്ട് അടിപൊളി തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. ഇനി ഇതിന്റെ ചില സ്പെഷ്യൽ ഫീച്ചറുകൾ അവർ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ക്രാഷ് ഡിറ്റക്ഷൻ. ഒരു ആക്സിഡന്റോ മറ്റൊക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കിക്കൊണ്ട് SOS സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. സാറ്റലൈറ്റ് കോളിംഗ് നമുക്കിവിടെ ഇല്ല, എങ്കിലും US, കാനഡ അവിടെയൊക്കെ 1-2 മാസത്തിനുള്ളിൽ വരുമെന്ന് കേൾക്കുന്നു. സിം ഡുവൽ സിം, ഈ സിമ്മും അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ സിമ്മും സപ്പോർട്ട് ചെയ്യും. ഫേസ് ഐ ഡി ഒക്കെ ഒരു വിഷയമില്ല, പക്ക സ്മൂത്ത് എന്നാണ്, പക്ക സ്മൂത്ത്. അതൊന്നും ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല, പക്ക സ്മൂത്ത് ആണ്. അതേപോലെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് ഇംപ്രൂവ്ഡ് ആണെന്നാണ് പറയുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് ബാറ്ററി ലൈഫിൽ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദിവസം അടിപൊളിയായിട്ട് ബാറ്ററി ലൈഫ് കിട്ടും. ബാറ്ററി ലൈഫ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ വരും സമയങ്ങളിൽ വീഡിയോ ആയിട്ട് തന്നെ ഒരു ഷോർട്ടായിട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി, ഷോർട്ട് വരും. ഇതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റോ ചാർജിങ് ടെസ്റ്റോ ഒക്കെ വരും. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ബാറ്ററി എങ്ങനെയുണ്ട് റിയൽ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം. വയേർഡ് ചാർജിങ് 20 വാട്ടാണ്, 30 മിനിറ്റ് കൊണ്ട് 50% ആവുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7.5 വാട്ടിൻ്റെ QI വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ടോട്ടലി ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല, അടിപൊളിയായിട്ട് സെറ്റപ്പാണ്. സോ ഈ ഒരു ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഫോൺ ഈ ഒരു പ്രൈസിന് 80,000 രൂപ എന്ന് പറയുന്ന പ്രൈസ് കൊടുത്ത് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ 13 കയ്യിലില്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് വന്നാൽ കുഴപ്പമില്ലാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും കിട്ടും. 13 ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ അത്ര വലിയ കാര്യമായ, അതായത് യൂസ് ചെയ്യുമ്പോൾ കൊള്ളാം, അടിപൊളി ഇത് മാറി പുതിയത് എന്നുള്ള ആ ഒരു ഫീൽ കിട്ടത്തില്ല. ഏറെക്കുറെ അതേ ഫീൽ തന്നെ ഇവിടെ കിട്ടുള്ളൂ. പ്രത്യേകിച്ചും ആ പ്രൊസസ്സറും ആ ഒരു സെയിം സൈസും ഡിസ്പ്ലേയും സ്റ്റൈലും എല്ലാം സെയിം ആയതുകൊണ്ട് വലിയ കാര്യമായൊരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പിന്നെ ഇവിടെ ഏതാണ് നല്ലത് എടുക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മിക്കവാറും ഗെയിം കളിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേര് ഇതെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിൻ്റെ പ്ലസ് വേരിയൻ്റ് എടുക്കുക. അതായത് ഇപ്പോൾ അത് ലോഞ്ച് ചെയ്താൽ ഒക്ടോബറിൽ സെയിൽ ആരംഭിക്കും. അതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോ മാക്സിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ബാറ്ററി ലൈഫ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. 13 പ്രോ മാക്സിലൊക്കെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഗെയിം കളിക്കാനും ശരി, ഡെയിലി യൂസിലൊക്കെ എങ്ങനെ പോയാലും വൈകുന്നേരം എൻ്റെ 40-50% ബാറ്ററി ഉറപ്പായിട്ടും ഉണ്ടാവും ഞാൻ എങ്ങനെ യൂസ് ചെയ്താലും. സോ ബാറ്ററി ലൈഫ് എക്സലൻ്റ് ആണ്. അതിനേക്കാൾ മികച്ച ബാറ്ററി ലൈഫാണ് ഈ 14 പ്ലസിൽ എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അവരങ്ങനെ ഫേക്ക് അടിക്കാറില്ല കേട്ടോ. ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മിക്കവാറൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. 14നേക്കാൾ നല്ലത് 14 പ്ലസ് ആയിരിക്കും. പ്ലസ് ഒരു 10,000 കൂടുതൽ കൊടുത്ത് എടുക്കുകയാണെങ്കിൽ ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് ബാറ്ററി തീരുന്ന പ്രശ്നം ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം. A15 ഗെയിം കളിക്കാൻ ഇപ്പോഴും 100% പവർഫുള്ളായ പ്രൊസസ്സറാണെന്നുള്ളത് കൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ ഒരു പുതിയ ഫോൺ നോക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് എടുക്കാം. പക്ഷേ നിങ്ങൾ ഈ 14 എടുക്കുന്നതിനേക്കാൾ നല്ലത് 13 എടുക്കുവാണെങ്കിൽ അതിൽ നിന്നും ഈ 14ലേക്ക് വലിയ കാര്യമായ വ്യത്യാസമില്ല എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഞാൻ പലയിടത്തും പറഞ്ഞു കഴിഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ ഈ 13 ഇപ്പോൾ നിങ്ങൾക്ക് 50 രൂപ റേഞ്ചിലൊക്കെ ഓഫറിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണ് ബെസ്റ്റ് വാല്യൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കണ്ടതിൽ നിന്നും 13 എടുക്കണോ 14 എടുക്കണോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് തീരുമാനിക്കുക. ഈ 14 പ്ലസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, 14 പ്ലസ് 60 Hz ഡിസ്പ്ലേ ഉള്ള വലിയ ബാറ്ററി ലൈഫൊക്കെയുള്ള നല്ല ഫോണാണ്. ബട്ട് 13 പ്രോ മോഷൻ ഡിസ്പ്ലേയും ബെറ്ററായ ക്യാമറയും ഓവറോൾ ഗ്രേറ്റ് സെറ്റപ്പിലുള്ള ആ പ്രോ ഫോൺ ഇപ്പം നമുക്ക് 90,000 രൂപ റേഞ്ചിൽ ഓഫറിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 14 പ്ലസിനേക്കാൾ ബെറ്ററായ ഫീച്ചർ റിച്ച് ആയ ഒരു അഡ്വാൻസ്ഡ് ആയ ഫോൺ എന്ന് പറയുന്നത് 13 പ്രോ ആയിരിക്കും. സോ നിങ്ങൾ അവിടെ അത് ചൂസ് ചെയ്യുന്നതാവും നല്ലത്. ബട്ട് ബെറ്ററായ ഒരു ബാറ്ററി ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ 14 പ്ലസ് ഗുണം ചെയ്യുള്ളൂ. സോ അപ്പോൾ ആലോചിക്കുക, നിങ്ങൾക്ക് 14 പ്ലസ് വേണോ 13 പ്രോ വേണോ? അങ്ങനെ പറയുമ്പോൾ തന്നെ ആക്ഷൻ മോഡ്, ക്രാഷ് ഡിറ്റക്ഷൻ, അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ഈ 14 സീരീസിൽ ഉണ്ടെന്നുള്ളത് മറക്കണ്ട. അതൊക്കെ അതിൻ്റെ ഗുണങ്ങളാണ്. സോ ആലോചിക്കുക ഇതിൽ ഏത് വേണമെന്നുള്ളത്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരെണ്ണം ചൂസ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് നന്നായിട്ടുണ്ട് ഫോൺ, കംപ്ലയിൻസ് ഒന്നുമില്ല, അടിപൊളിയാണ്. സോ അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എന്തായാലും ഒരെണ്ണം ചൂസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ പത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.